പൊമ്പളയൊരുമയെ താൻ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് എം മണി. സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേരോ താൻ പ്രസംഗത്തിലുടനീളം പ്രയോഗിച്ചിട്ടില്ല. തന്റെ പ്രസംഗം എഡിറ്റ് ചെയ്താണ് ചില ചാനലുകൾ സംപ്രേഷണം ചെയ്തതെന്നും എം മണി നിയമസഭയിൽ പറഞ്ഞു. അതേസമയം മൂന്നാറിൽ വൻകിട കയ്യേറ്റക്കാർക്കും തോട്ടമുടമകൾക്കുമെതിരായ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. കയ്യേറ്റത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്നാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പൊമ്പളയൊരുമ വിഷയത്തിൽ എം മണിയും പറഞ്ഞത്? തീർച്ചയായിട്ടും മൂന്നാർ വിഷയവും അതോടൊപ്പം തന്നെ മന്ത്രി എം മണിയുടെ പ്രസ്താവനയും സംബന്ധിച്ചായിരുന്നു ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ വിഷയത്തിൽ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ആദ്യം മറുപടി നൽകുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മൂന്നാറിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് വ്യക്തമായ ധാരണ തന്നെയുണ്ട്. ഇതിൽ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതായിരിക്കും. പ്രത്യേകിച്ചും കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കണ്ടുകൊണ്ടുള്ള നടപടിയുമായിട്ടായിരിക്കും LDF സർക്കാർ മുന്നോട്ട് പോവുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ 17/4 നടന്നിട്ടുള്ള കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എല്ലാം തന്നെ ശരിയായ ദിശയിലായിരുന്നു. എന്നാൽ പാപ്പാത്തിച്ചോലയിലെ കുരിശു നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എത്തിയപ്പോൾ ദേവികുളം സബ് കളക്ടർ ഭൂസംരക്ഷണ സേനയുടെ സഹായത്തോടെയാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കിയത്. ഈ വിഷയത്തിൽ പോലീസിനെ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല. 144 പ്രഖ്യാപിച്ചപ്പോൾ പോലും ഈ വിഷയങ്ങൾ ഒന്നും തന്നെ പോലീസിനെ അറിയിച്ചിരുന്നില്ല. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂട്ടായ ആലോചനയിലൂടെ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സമവായത്തിലൂടെയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുമായിരിക്കും മുന്നോട്ട് പോകുക. അത്തരം നടപടികളുമായിട്ടായിരിക്കും സർക്കാർ മുന്നോട്ട് പോകുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സമവായത്തിലൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഒരു കയ്യേറ്റക്കാരെയും വെറുതെ വിടുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് താൻ സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പോലും വ്യക്തമാക്കിയത്. ഏതായാലും അത്തരം ഒരു കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കാത്ത തരത്തിലുള്ള നിയമ നടപടികൾ കൊണ്ടുവരാൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികൾ തന്നെയാകും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മറ്റൊന്ന്, എം മണിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു. അതിൽ മുഖ്യമന്ത്രി ആദ്യം കാര്യങ്ങൾ വിശദീകരിച്ചു. അതായത് എം മണി അദ്ദേഹം ആ നാട്ടിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹം അവിടുത്തെ തോട്ടം തൊഴിലാളികൾക്കൊപ്പം വളർന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവിടുത്തെ ചില ഭാഷ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതല്ലാതെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രസംഗം വളച്ചൊടിക്കുകയായിരുന്നു ചില മാധ്യമങ്ങളെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷമാണ് മന്ത്രി എം മണിക്ക് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകിയത്. ഇതിൽ എം മണി സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അംഗത്തിന് വേണം സംസാരിക്കാനുള്ള അവസരം നൽകേണ്ടത് എന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതിനുശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ സംസാരിച്ചു. തുടർന്നാണ് എം മണി ഈ വിഷയത്തിൽ, പ്രത്യേകിച്ചും ഈ നോട്ടീസ് നൽകിയ വിഷയത്തിൽ എം മണിയുടെ കാര്യം പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ എം മണിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവകാശമുണ്ടെന്ന് നിയമമന്ത്രിയും സഭയിൽ ചൂണ്ടിക്കാട്ടി. തുടർന്ന് മന്ത്രി എം മണി കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഒരു സ്ത്രീയെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ഒരു പ്രസംഗം തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി എം മണി വ്യക്തമാക്കി. പ്രത്യേകിച്ചും തന്റെ പ്രസംഗത്തെ വളച്ചൊടിക്കുകയായിരുന്നു ചില മാധ്യമങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. തന്റേത് 17 മിനിറ്റുള്ള ഒരു പ്രസംഗമായിരുന്നു. അതിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീകളെയോ താൻ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രസംഗവും നടത്തിയിട്ടില്ല. ചില മാധ്യമങ്ങൾക്ക് തന്നോട് വിരോധമുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ചില ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം തന്നെ ചില കയ്യേറ്റക്കാരോടും അടുപ്പമുള്ള ചില മാധ്യമപ്രവർത്തകരുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയതാണ് ആ വിരോധത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവിടെ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾക്കൊപ്പം അവിടെ അവർക്കിടയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് താൻ. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന്റെ ഭാഷയിലാണ് താൻ സംസാരിക്കുന്നതെന്നും മന്ത്രി എം മണി വിശദീകരിച്ചു. അല്ലാതെ തനിക്ക് പണ്ഡിതോചിതമായ ഒരു ഭാഷ വഴങ്ങില്ല. സാധാരണക്കാരന്റെ ഭാഷയാണ് താൻ സംസാരിക്കുന്നത്. അത് ഒരു തരത്തിലും ആരെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒന്നല്ല. മറ്റുള്ളത് എല്ലാം തന്നെ താൻ അധിക്ഷേപിച്ചു എന്ന് പറയുന്നതെല്ലാം തന്നെ ചില മാധ്യമങ്ങൾ എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്തതിന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം പൊമ്പിളയൊരുമയുടെ സമരവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു സമരം പൊമ്പിളയൊരുമ അവിടെ നടത്തുന്നില്ല. പ്രത്യേകിച്ചും ബിന്ദു കൃഷ്ണയും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ പങ്കുചേർന്നുകൊണ്ട് വിരലിൽ എണ്ണാവുന്നവർ മാത്രം പങ്കെടുത്താണ് അവിടെ ഒരു സമരം നിലവിൽ നടക്കുന്നത്. അത് പൊമ്പിളയൊരുമയുടെ സമരമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.